അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കും ഡാൽമിയ സിമൻസിനും തിരിച്ചടി. ജഗൻമോഹൻ റെഡ്ഡിയുടെ ഡാൽമിയ സിമൻസിലുള്ള 27.5 കോടി രൂപയുടെ ഓഹരി ED കണ്ടുകെട്ടി. ഡാൽമിയ സിമൻസിന്റെ 793 കോടി രൂപ മൂല്യമുള്ള സ്വത്താണ് ED ആകെ കണ്ടുകെട്ടിയത്. 14 വർഷം മുൻപുള്ള കേസിലാണ് EDയുടെ നടപടി. ജഗൻമോഹൻ റെഡ്ഡിയുടെ പിതാവ് രാജശേഖർ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ജഗന്റെ ഉടമസ്ഥതയിലുള്ള 2 കമ്പനികളിൽ ഡാൽമിയ സിമൻസ് നിക്ഷേപം നടത്തിയിരുന്നു. ഇതിന് പകരമായി ജഗൻമോഹൻ വഴി കടപ്പയിൽ 407 ഹെക്ടർ ഭൂമിയിൽ ഡാൽമിയ സിമൻസിന് ഖനനാനുമതി ലഭിച്ചെന്നാണ് EDയുടെയും CBIയുടെയും കണ്ടെത്തൽ. ജഗൻമോഹൻ റെഡ്ഡി തന്റെ കമ്പനിയുടെ ഓഹരികൾ ഫ്രഞ്ച് കമ്പനിക്ക് വിറ്റിരുന്നു. ഇതിന്റെ തുക ഹവാല ഇടപാടിലൂടെയാണ് ഇന്ത്യയിൽ എത്തിച്ചതെന്നും കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് EDയുടെ നീക്കം. മാർച്ച് 31-നാണ് ED നടപടിയെടുത്തതെങ്കിലും ഇന്നലെയാണ് ഡാൽമിയ സിമൻസ് കമ്പനിക്ക് നോട്ടീസ് ലഭിച്ചത്. നിയമപോരാട്ടം തുടരുമെന്ന് കമ്പനി വ്യക്തമാക്കി. നടപടിയിൽ ജഗൻമോഹൻ റെഡ്ഡി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24 തെലങ്കാന.